ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹരിശങ്കറും വന്ദനയെന്നല്ലേ നീ പറഞ്ഞത്? മറന്നുപോയതാ സാർ. ക്ലോസ് ഫ്രണ്ട്സിന്റെ പേരൊക്കെ അങ്ങനെ മറക്കൂ രാജു? അതോ ആ ഹരിശങ്കർ നീയും വന്ദന എന്റെ മകളുമാണോ? കുറെ കാലമായിട്ട് അവൻ മോളോടൊപ്പല്ലേ? അതിപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. മോളെ കാണാതെ ഒരു5 മിനിറ്റ് പോലും അവന് ജീവിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞ നിങ്ങൾ രണ്ടുപേരും ഭാഗ്യമുള്ളവരാ. അതുകൊണ്ട് രാധമ്മയുടെ ഒരു അപേക്ഷയും, ഓളൊരു കാരണവശാലും അവനോട് പിണങ്ങോ വഴക്കിടുകയായിരുന്നു. രാധമ്മ എന്താ വിചാരിക്കുന്ന? എനിക്ക് രാജുനോട് ഇഷ്ടമില്ലെന്നാണോ? അയ്യോ, അങ്ങനെയല്ല മോളെ. രാധമ്മ അങ്ങനെയൊക്കെ വിചാരിക്കൂ. മോൾക്ക് അവൻ ജീവനായതുകൊണ്ടല്ലേ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവനെ തന്നെ കല്യാണം കഴിച്ചത്. രാജു എന്റെ അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് എന്നെ മറന്ന് ജീവിക്കാൻ പലവട്ടം ശ്രമിച്ചതാ. പക്ഷെ എനിക്ക് രാജുനെ മറക്കാൻ കഴിയുമായിരുന്നില്ല. ഈ ജന്മത്ത് ഞാൻ രാജുനെ മറക്കയില്ല. രാജുനെ അത്രയ്ക്ക് ജീവനാരാധമ എനിക്ക്. അതുപോലെ തന്നെ മോളെ അവനും. ഞാൻ പറഞ്ഞില്ലേ, മോളില്ലാത്തൊരു ലോകം അവനില്ല. അത്രയ്ക്കിഷ്ട മോളോട് അവനും. ആ ഇഷ്ടം എന്നോട് തുറന്നു പറഞ്ഞാൽ എന്താ? ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നതല്ലേ രാധമ്മ അത്? രാജുന് എന്നോടുള്ള പ്രണയം എന്തുകൊണ്ട് രാജു തുറന്നു പറയാൻ മടിക്കുന്നു? താലി കെട്ടിയ മാത്രം ഒരു സ്ത്രീ ഭാര്യയാവോ? അവളുടെ സങ്കല്പങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒരു വിലയില്ലേ? രാജുവും ഞാനും പരസ്പരം മറക്കാൻ പറ്റാതെ ജീവിക്കുന്നു. അത് മാത്രാണോ ഒരു മാരേജ് ലൈഫ്? ചേട്ടാ, ഋതിക, വിശാഖ നക്ഷത്രം, പുഷ്പാഞ്ജലി. അമ്മേ ദേവി മഹാമായേ, എന്റെ ഋതിക മേഡത്തിനെ കാത്തോണേ. മേഡത്തിന്റെ അസുഖം എല്ലാം മാറ്റിക്കൊടുക്കണേ. ഋതിക മേഡത്തിന് എന്നോടുള്ള പിണക്കങ്ങളെല്ലാം മാറ്റിത്തരണേ. ദേവി. പുഷ്പാഞ്ജലി, ഋതിക, വിശാഖ നക്ഷത്രം. ഇത് മരുമോനുള്ളതല്ല, അമ്മായിയച്ഛൻ കഴിപ്പിച്ചതാ. 2 ആൾക്കുണ്ട്, രാജു, ഋതിക. ഇപ്പൊ കഴിപ്പിച്ചേരാ കേട്ടോ. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. നീ പ്രസാദം വാങ്ങിച്ചിട്ട് വാ. ശരി സാർ. ഇത് കാര്യം വെച്ചേക്ക്. ശരി സാർ.
എന്താ സർ? നമുക്ക് തന്നെ പലതും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോഴാ അത് ദൈവത്തിന്റെ തിരുമുമ്പിൽ സമർപ്പിക്കാൻ ക്ഷേത്രത്തിലേക്ക് വരുന്നു. ഇവിടെ സമർപ്പിച്ചു കഴിയുമ്പോ മനസ്സിന് നല്ല സമാധാനം കിട്ടും. ഞാൻ നിന്റെയും മോളുടെയും പേരില് പുഷ്പാഞ്ജലി കഴിപ്പിച്ചത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എല്ലായ്പ്പോഴും ഒരു ഐക്യം വേണം. അതുകൊണ്ടാ. ദൈവമേ, ഞാനും മാഡവും തമ്മിലുള്ള പിണക്കം വർമ്മ സാറ് മനസ്സിലാക്കിയോ? നീയും ഋതുമോളും തമ്മിലുള്ള കല്യാണത്തിനൊന്നും ഒരിക്കലും ഞാനൊരു തടസ്സമായിരുന്നില്ല. നിനക്ക് അവളോട് പ്രേമമൊന്നുമില്ലെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ശേഷമാണ് ഞാൻ അവളെ മറ്റൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചത് തന്നെ. ദൈവഹിത ഇതായിരുന്നുകൊണ്ട് അതൊന്നും നടന്നില്ല. അതെല്ലാം അതിൻ്റെതായ രീതിയിൽ തന്നെ മാറിപ്പോയി. അല്ല, സാറ് പറഞ്ഞു വരുന്നത്? പറയല്ലേ, ഇതൊരു ചരിത്രം ആവർത്തിക്കൽ തന്നെയാണ്. മഹാദേവ വർമ്മ സാറിന്റെ മകളെ ഞാൻ വിവാഹം ചെയ്തതുപോലെ നീ എന്റെ മകളെ വിവാഹം കഴിച്ചു. രണ്ട് വിവാഹങ്ങൾക്കും സാമ്യങ്ങൾ ഏറെയാണ്. പക്ഷെ രണ്ടും രണ്ട് രീതിയിൽ തന്നെ നടന്നത്. എന്തായാലും ഒരു കാര്യം സത്യമാ, നീ എന്റെ മകളെ വിവാഹം കഴിച്ചതിൽ 100% എനിക്ക് ആത്മാർത്ഥമായ സന്തോഷം തന്നെയാണുള്ളത്. അതവിടെ നിൽക്കട്ടെ. നിന്റെ കൂട്ടുകാരന്റെയും ഭാര്യയുടെയും മാരീഡ് ലൈഫിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടോ? ഉവ്വ് സർ, അത് ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടെന്നാ അവൻ പറഞ്ഞത്. പിന്നീട് ഞാൻ ഒന്നും അന്വേഷിച്ചില്ല സർ. അതെന്താ തിരക്കായിരുന്നത്? നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനല്ലേ ആ ഭർത്താവ്? പിന്നെ എനിക്ക് ടൈം കിട്ടിയില്ല. എന്താ അവരുടെ പേര്? കൃഷ്ണശങ്കറും സുനന്ദയും അല്ലേ? അതെ സർ, അതെ. അങ്ങനെ തന്നെയാണോ? അല്ലല്ലോ, ഹരിശങ്കറും വന്ദനയെന്നല്ലേ നീ പറഞ്ഞത്? മറന്നുപോയതാ സർ. ക്ലോസ് ഫ്രണ്ട്സിന്റെ പേരൊക്കെ അങ്ങനെ മറക്കൂ രാജു? അതോ ആ ഹരിശങ്കർ നീയും വന്ദന എന്റെ മകളുമാണോ? ആണല്ലേ? അല്ല സാർ, അത് ഞങ്ങള്... എന്തിനാണ് നീ എന്റെ മുമ്പിൽ തന്നെ നുണ പറയാൻ ശ്രമിക്കുന്നത്? നിനക്ക് കള്ളത്തരം പറയാൻ അറിയില്ലെന്നും എന്റെ മുമ്പിൽ കള്ളത്തരം പറഞ്ഞ് ഒരിക്കലും നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നും നിന്നെക്കാളേറെ എനിക്ക് നന്നായിട്ടറിയാം. സാർ, അത്